ചോര വീഴ്ത്തുന്ന വൈരാഗ്യം. തമിഴ്നാട് തെങ്കാശിയിൽ സർക്കാർ അഭിഭാഷകനെ ഓഫീസിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് വേണ്ടി അന്വേഷണ സംഘം കേരളത്തിലെത്തി. കൊല്ലം ജില്ലയിലെ പുനലൂരിലും പരിസര പ്രദേശങ്ങളിലുമാണ് പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നത്. വനത്തിൽ കയറി എന്ന് സംശയിക്കുന്ന പോലീസ് സംഘം കേരളത്തിലെത്തി വനം വകുപ്പിനോട് വനത്തിൽ കയറാനുള്ള അനുമതി തേടി. തെങ്കാശി ACP ജൂലിയസ് സീസറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേരളത്തിലെത്തിയത്. അഭിഭാഷകനായ മുത്തുകുമാരസ്വാമിയാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ശിവസുബ്രഹ്മണ്യൻ എന്ന തെങ്കാശി സ്വദേശിയെ അന്വേഷിച്ചാണ് പോലീസ് സംഘം കേരളത്തിലെത്തിയത്. ഈ കേസിൽ ശിവസുബ്രഹ്മണ്യന്റെ ഭാര്യ രാജലക്ഷ്മിയെയും രാജലക്ഷ്മിയുടെ ബന്ധു സതീശിനെയും പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട ശിവസുബ്രഹ്മണ്യനെ തേടി സംഘം പുനലൂരിലാണ് തിരച്ചിൽ നടത്തുന്നത്. ശിവസുബ്രഹ്മണ്യന്റെ ഭാര്യ രാജലക്ഷ്മിക്ക് അഭിഭാഷകനായ മുത്തുകുമാരസ്വാമിയുമായി അടുപ്പമുണ്ടെന്ന് സംശയിച്ചാണ് അഭിഭാഷകനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഓഫീസിൽ കയറിയ അഭിഭാഷകനെ വിളിച്ചിറക്കി പുറത്തിട്ട് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് അന്നേ ദിവസം അഭിഭാഷകരെല്ലാം തന്നെ തെങ്കാശിയിൽ റോഡ് ഉപരോധിക്കുകയടക്കം ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ജൂലിയസ് സീസറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. കൊലപാതകം നടത്തിയ ശേഷം ശിവസുബ്രഹ്മണ്യൻ നേരെ എത്തിയത് പുനലൂരിലായിരുന്നു. അവിടെ നിന്ന് വനത്തിലേക്ക് കയറിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. വനത്തിൽ തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി അനുമതി തേടിയാണ് തമിഴ്നാട്ടിലെ അന്വേഷണ സംഘം കേരളത്തിലെത്തിയത്. വനം വകുപ്പിന്റെ അനുമതി തേടിയ സംഘം നാളെ വനത്തിൽ തിരച്ചിൽ നടത്തും. പ്രതി കേരളത്തിൽ തന്നെ ഉണ്ട് എന്നാണ് സംശയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് S. അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.